അപ്പം നമുക്ക് ഇതുവരെ നമ്മൾ കുറേ IPv4-ഉം IPv6-ഉം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ഇനി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ ഇതെല്ലാം ഉണ്ട്, പാക്കറ്റുകളും സാധനങ്ങളെല്ലാം നമുക്കുണ്ട്. എൻ്റെ വോയിസ് ക്ലിയർ ആണോ? ശരി ശരി. അപ്പോൾ പാക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഈ നെറ്റ്വർക്കിൽ കൂടി ഈ സാധനത്തിനെല്ലാം അയച്ചു കൊടുക്കുന്നത് നമുക്ക് അടുത്തറിയണ്ടേ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ഫോർവേഡിങ് എന്നാണ്. നമ്മൾ മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു പാക്കറ്റ് ഓഫ് ഡേറ്റയെ നമുക്ക് എങ്ങനെ ഫോർവേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ റൂട്ടർ അല്ലെങ്കിൽ ഓരോ ഹോസ്റ്റ്, ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഈ നമുക്ക് ട്രാൻസ്മിറ്റർ തൊട്ട് ഡെസ്റ്റിനേഷൻ വരെ, സെൻറ്റർ മുതൽ ഡെസ്റ്റിനേഷൻ വരെ ഇടയ്ക്ക് ഒരുപാട് നെറ്റ്വർക്കുകൾ ഉണ്ടാവും, ഇടയ്ക്ക് ഒരുപാട് എന്തുണ്ടാവും, മറ്റേ റൂട്ടറുകളുണ്ടാവും, ഒരുപാട് വയറുകളുണ്ടാവും. ഇതിനകത്തൂടെയൊക്കെ കറക്റ്റായിട്ട് പല പല ഹോസ്റ്റുകളുണ്ടാവും. അപ്പോൾ ഈ ഹോസ്റ്റിനകത്തൂടെ നോഡിനകത്തൂടെയും റൂട്ടറിനകത്തൂടെയൊക്കെ കയറി നമുക്ക് വേണ്ട സ്ഥലത്ത് തന്നെ ഈ സാധനം ചെല്ലുന്നത് എങ്ങനെയാണ് ഇതിനെ കറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ പാക്കറ്റുകളെ ഓരോ ആൾക്കാരും വരുന്ന ഓരോ ആൾക്കാരും ഫോർവേഡ് ചെയ്ത് പോയാണ് എവിടെ എത്തുന്നത്, അവസാനം ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു റൂട്ടറാണെങ്കിൽ ഇപ്പോൾ എനിക്ക് വരുന്നൊരു പാക്കറ്റ് അത് എനിക്ക് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പാക്കറ്റ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഞാൻ ഡെസ്റ്റിനേഷനാണെങ്കിൽ മാത്രം ആയിരിക്കത്തില്ല ചിലപ്പോൾ എനിക്കൊരു പാക്കറ്റിനെ കിട്ടുന്നത്. വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള പാക്കറ്റിൻ്റെ ഒരു റൂട്ടർ മാത്രമായിരിക്കും, ആ പോകുന്ന റൂട്ടിലെ ഒരു റൂട്ടർ മാത്രമോ ഒരു ഹോസ്റ്റ് മാത്രമോ ആയിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കിട്ടിയ പാക്കറ്റ് എനിക്കുള്ളതല്ലെങ്കിൽ അത് വേറൊരാൾക്ക് ഞാൻ എന്ത് ചെയ്യണം, ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന വിളിക്കും, സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തോ ഇൻഫർമേഷൻ വേണം. ഇത് എങ്ങോട്ട് അയച്ചു കൊടുക്കണം? ചിലപ്പം എനിക്ക് ഇൻപുട്ട് ഒരു സാധനം വന്നു, ആ സാധനം എനിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന ഒരുപാട് റൂട്ടറുകളുണ്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് റൂട്ടറുകൾ കാണും ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇവരിൽ ആർക്ക് അയച്ചു കൊടുക്കണം, ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് റൂട്ടിലേക്കാണ് പോകേണ്ടത്, ഇതൊന്നും അറിയാതെ നമുക്ക് ചുമ്മാ എങ്ങോട്ടെങ്കിലും ഫോർവേഡ് ചെയ്താൽ പറ്റത്തില്ലല്ലോ. ആ പാക്കറ്റ് പോകേണ്ടതായിട്ടുള്ള റൂട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫോർവേഡ് ചെയ്ത് വിടണം. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടേബിൾ ഓഫ് കുറച്ച് കണ്ടൻസ് കാര്യങ്ങളുള്ള ഒരു ടേബിൾ നമ്മൾ ഓരോ റൂട്ടറിലും ഓരോ ഡിവൈസിലും ഓരോ ഹോസ്റ്റിലും നമ്മൾ സേവ് ചെയ്ത് വെക്കും, ഒരു ടേബിൾ. ആ ടേബിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിളിക്കുന്ന പേര് റൂട്ടിംഗ് ടേബിൾ എന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ടേബിൾ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, അപ്പോൾ അതിന് വിളിക്കുന്ന പേര് നമ്മൾ റൂട്ടിംഗ് ടേബിൾ എന്നാണ്. അപ്പോൾ ഈ റൂട്ടിംഗ് ടേബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂട്ടിംഗ് ടേബിൾ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ റൂട്ട് ഓഫ് എ പാക്കറ്റ്. ഒരു പാക്കറ്റ് എവിടുന്ന് എങ്ങോട്ട് പോകണം, ഒരു റൂട്ടറിൽ വന്നാൽ ആ റൂട്ടറിൽ നിന്ന് അടുത്തടുത്ത് എങ്ങോട്ട് പോകണം എന്നും പറയുന്ന ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന, നെക്സ്റ്റ് സ്റ്റോപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ അങ്ങ് ഏത് വഴി പോകണം എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ടിംഗ് ടേബിൾ. ഇത് എല്ലാ ഡിവൈസിനും എല്ലാ റൂട്ടറിനും അവരുടേതായിട്ടുള്ള എന്ത് കാണും, റൂട്ടിംഗ് ടേബിൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വരുന്ന പാക്കറ്റുകളൊക്കെ എങ്ങോട്ട് പോകണമെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഒരു 10 കമ്പ്യൂട്ടറോ 100 കമ്പ്യൂട്ടറോ 1000 കമ്പ്യൂട്ടറോ അടങ്ങുന്ന സാധനമല്ല ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ വേൾഡ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രമാത്രം വലിയൊരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് റൂട്ടേഴ്സും ഹോസ്റ്റുകളും കാണും. ഈ സാധനങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഓരോ കമ്പ്യൂട്ടറിലും സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓരോ ഹോസ്റ്റിലും ഓരോ നോഡിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് ആ സാധനം. മനസ്സിലായോ? അങ്ങനെ ഇൻ കേസ് നമ്മളങ്ങനെ സേവ് ചെയ്തു തന്നെ വെച്ചു, നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കുള്ള റൂട്ടും കാര്യങ്ങളും ഇൻഫർമേഷനും എങ്ങോട്ട് അയക്കണമെന്നും ഒക്കെ ഉള്ള ഇൻഫർമേഷൻ നമ്മുടെ ഓരോ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു എന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. ഇനി ഒരു തവണ ഒരു ആവശ്യം വരുമ്പം ഇതിൽ നിന്നൊരു സാധനം കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഈ കോടിക്കണക്കിന് സാധനത്തിനകത്തുനിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സംഭവം കണ്ടുപിടിക്കുക, ലുക്കപ്പ് എന്ന് പറയും ഇതിന്. അത് ചെയ്യുന്നത് തന്നെ എങ്ങനെ, എത്രമാത്രം സമയം എടുക്കും? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രീതിയിൽ ഒരു റൂട്ടിംഗ് ടേബിൾ നമ്മളുള്ള ഇൻഫർമേഷൻ മൊത്തവും സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഈ റൂട്ടിംഗ് ടേബിൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സൈസ് മാനേജബിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ റൂട്ടിംഗ് ടേബിളിൻ്റെ സൈസിനെ നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെക്യൂരിറ്റി എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് കുറച്ച് രീതികൾ, പല ടെക്നിക്സ് നമ്മൾ ഫോർവേഡ് ചെയ്യാനുള്ള പല ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഒരെണ്ണം പറയുന്നത് നെക്സ്റ്റ് ഹോപ്പ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് എന്ന് പറയുന്നത്, റൂട്ട് ഇപ്പോൾ ഓരോ പോകുന്ന കംപ്ലീറ്റ് റൂട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ട്രാൻസ്മിറ്ററാണ്, അല്ലെങ്കിൽ ഇപ്പോൾ രാഖി ഇപ്പോൾ റിസീവർ ആണെങ്കിൽ, ഇപ്പം എനിക്കൊരു ഡേറ്റ ഞാൻ രാഖിക്ക് അയക്കുകയാണെങ്കിൽ ഇവിടുന്ന് രാഖിയുടെ അവിടെ വരെയുള്ള കംപ്ലീറ്റ് റൂട്ടും ഞാൻ സ്റ്റോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ മെനക്കേടാം. കാരണം ആ പോകുന്ന ഏതൊക്കെ ഹോസ്റ്റ് ഉണ്ട്, ഏതൊക്കെ റൂട്ടുണ്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് റൂട്ടും ഞാൻ എൻ്റെ റൂട്ടിംഗ് ടേബിൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ
അത് വലിയൊരു എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ റൂട്ട് മെത്തേഡ് എന്ന് വിളിക്കും. പക്ഷേ അത് കൈൻഡ് ഓഫ് ഇമ്പോസിബിൾ ആണ്, അതുപോലെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു റൂട്ടറിൽ നിന്ന് ഒരു നോഡിൽ നിന്ന് തൊട്ടടുത്ത നോഡിലേക്ക് പോകുന്നതിന് ഒരു ഹോപ്പ് എന്ന് നമ്മൾ പറയും. ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഒറ്റ ചാടുക, ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലൊക്കേഷനിലേക്ക് പോകുന്നതിന് നമ്മൾ ഹോപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഈ നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അയക്കുന്ന സാധനം നമ്മൾ എങ്ങോട്ട് പോകുന്നുള്ള റൂട്ട് മൊത്തവും സ്റ്റോർ ചെയ്യാതെ തൊട്ടടുത്ത ഏതിലേക്ക് പോകുന്നു അത് മാത്രം സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനും രാഹിയും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ആ പോകുന്ന പാക്കറ്റ്, ഞാൻ അയക്കുന്നൊരു പാക്കറ്റ് ത്രൂ അഞ്ജു ആണെങ്കിൽ ത്രൂ ഇപ്പോൾ യദു ആണ് പോകുന്നതെങ്കിൽ ഞാൻ എനിക്ക് രാഖി വരെയുള്ള പാക്കറ്റ് റൂട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, എൻ്റെ റൂട്ടിംഗ് ടേബിൾ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. പകരം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വരുന്ന സാധനം തൊട്ടടുത്തത് എനിക്ക് പോകേണ്ട യദുവിലേക്കാണ്. അപ്പോൾ യദു എന്നുള്ളത് മാത്രം ഞാൻ എൻ്റെ റൂട്ടിംഗ് ടേബിൾ സ്റ്റോർ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ തൊട്ടടുത്ത റൂട്ടർ ഏതാണ്, തൊട്ടടുത്ത ഡിവൈസ് ഏതാണെന്നുള്ളോ അവരുടേത് മാത്രം ഇൻഫർമേഷൻ ഞാൻ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, എൻ്റെ അടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് യദുവിൻ്റെ അടുത്ത് എന്ത് ചെയ്യും, യദു എന്ത് ചെയ്യും, അവിടുന്ന് തൊട്ടടുത്ത ആരാണോ അയാളുടെ റൂട്ട് മാത്രം സേവ് ചെയ്ത് വെക്കും. അങ്ങനെ ഓരോരുത്തരും ഫോർവേഡ് ചെയ്ത് അവസാനം ഇത് എവിടെ എത്തും, രാഖിയുടെ അടുത്തെത്തും. മൊത്തം റൂട്ടും ഞാൻ ത്രൂ യദു വേറൊരാളെ ഇങ്ങനെ സേവ് ചെയ്ത് മൊത്തം ഞാൻ വെക്കാതെ ഞാൻ എൻ്റെ തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് നെയ്ബറിൻ്റെ മാത്രം ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിക്കാണ് നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡ് നമ്മൾ വിളിക്കുന്നത്. അത് കുറേ കൂടി ഇംപ്രസീവാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് റൂട്ട് കണ്ടുപിടിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷേ സിമ്പിളാണ്. റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഓരോ ആണെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട സാധനത്തിന് എനിക്ക് ഒറ്റ റൂട്ടർ മാത്രമേ, എൻ്റെ ഒറ്റ ഇൻഫർമേഷൻ മാത്രമേ ഞാൻ ഓരോന്നിനും കറസ്പോണ്ടിങ് സ്റ്റോർ ചെയ്താൽ മതി, തൊട്ടടുത്ത് ആർക്കാണോ അയക്കേണ്ടതെന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ അതൊരു ടെക്നിക്കാണ്. പിന്നെ വേറൊരു രീതിയിലുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്റ്റ് സ്പെസിഫിക്, അതാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ നമ്മുടെ S7 ക്ലാസ്സിൽ നമ്മുടെ എല്ലാ പിള്ളേരും കൂടി ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക, മനസ്സിലായോ? അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഹോസ്റ്റിനനുസരിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെക്കാനിക്കലിൻ്റെ ഫസ്റ്റ് ഇയർ ബ്രാഞ്ചിലെ അതൊരു നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. നമ്മൾ EC/S7 ഒരു നെറ്റ്വർക്കാണ്, മെക്കാനിക്കൽ S1 ബാച്ച് എന്ന് പറയുന്നൊരു നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ആ മെക്കാനിക്കൽ S1 ബാച്ചിൽ കുറേ കുട്ടികൾ കാണും, ഒരു 50 കുട്ടികളുണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ 50 കുട്ടികളുടെയും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച് ആ 50 കുട്ടികൾക്ക്, ഇപ്പോൾ എനിക്ക് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ 50 കുട്ടിയിൽ ഒരു കുട്ടിക്ക് ഒരു ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മെക്കാനിക്കൽ ഫസ്റ്റ് ഇയറിലെ 50 കുട്ടികളിൽ ഒരാൾക്ക് എനിക്കൊരു ഇൻഫർമേഷൻ അയച്ചു കൊടുക്കണം. അപ്പോൾ അതിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലെ 50 കുട്ടികളുടെ ഇൻഫർമേഷൻ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ 50 പേരുടെയും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ റൂട്ടിംഗ് ടേബിൾ സ്റ്റോർ ചെയ്ത് വെച്ച് അയാൾക്ക് മാത്രമായിട്ട് അയച്ചു കൊടുക്കാം. അതൊരു മെത്തേഡ്. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ 50 കുട്ടികളെയും കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടാവും, അവർ അഡ്വൈസർ. ആ അഡ്വൈസറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന, നെറ്റ്വർക്കായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ആ അഡ്വൈസർ അല്ലേ. അപ്പോൾ ആ അഡ്വൈസറിൻ്റെ ഇൻഫർമേഷൻ മാത്രം ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ 50 കുട്ടികളിലെ ആ ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ അഡ്വൈസറിൻ്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു കുട്ടി, ആ പുള്ളിയുടെ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു കാര്യം അറിയിക്കണമെങ്കിൽ എനിക്ക് ആരെ അറിയിച്ചാൽ മതി, ഈ അഡ്വൈസറെ അറിയിച്ചാൽ അഡ്വൈസർക്ക് ആരെ അറിയാം, ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ് അറിയാം. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഈ കംപ്ലീറ്റ് ആൾക്കാരുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആൾക്കാരുടെയും സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഓരോ ഹോസ്റ്റിൻ്റെയും, ഞാൻ അയക്കുന്ന ഡെസ്റ്റിനേഷനിലെ ഓരോ ഹോസ്റ്റിൻ്റെയും ഇൻഫർമേഷൻ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഹോസ്റ്റ് സ്പെസിഫിക് മെത്തേഡ് എന്നും. എന്നാൽ അങ്ങനെ ചെയ്യാതെ ആ നെറ്റ്വർക്കിൻ്റെ മെയിൻ ഒരു പോയിന്റ് എടുത്തിട്ട് ആ നെറ്റ്വർക്കിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ മാത്രം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് നെറ്റ്വർക്ക് സ്പെസിഫിക് മെത്തേഡ് എന്നും നമ്മൾ വിളിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണെന്ന്? ഒരു നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുക. മനസ്സിലാവുന്നുണ്ടോ എന്താണ് നെറ്റ്വർക്ക് സ്പെസിഫിക് മെത്തേഡ് എന്നും എന്താണ് ഹോസ്റ്റ് സ്പെസിഫിക് മെത്തേഡ് എന്നും? മനസ്സിലായോ? ശരി. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഇത് രണ്ടും കൂടാതെ നമുക്കൊരു മെത്തേഡ് ഉണ്ട്, ഡിഫോൾട്ട് മെത്തേഡ്. ഡിഫോൾട്ട് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. ഏതൊരു മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് അറിയാത്ത എന്ത് വന്നാലും നമ്മളൊരു റൂട്ടർ വെച്ചിട്ടുണ്ടാവും, ആ റൂട്ടറിനെ നമ്മൾ ഡിഫോൾട്ട് റൂട്ടറായിട്ട് സെറ്റ് ചെയ്യും. ഇപ്പം നമുക്കറിയാത്ത, നമുക്ക് എങ്ങോട്ട് അയക്കണമെന്നോ ആർക്ക് വേണ്ടിയിട്ടാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ അറിയാത്ത എന്ത് ഇത് വന്നാലും നമ്മൾ എങ്ങോട്ട് അയച്ചു കൊടുക്കും, ഈ ഡിഫോൾട്ട് റൂട്ടറിലേക്ക് അയച്ചു കൊടുക്കും. അത് എങ്ങനെ നമുക്ക് അറിയാത്ത, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അറിയാത്ത, അല്ലെങ്കിൽ നെക്സ്റ്റ് ഹോപ്പ് അറിയാത്ത, ഇതിൻ്റെ റൂട്ട് അറിയാത്ത എന്ത് പാക്കറ്റ് ഫോർവേഡ് ചെയ്യേണ്ടി വന്നാലും നമുക്കൊരു ഡിഫോൾട്ട് പാത്ത് ഉണ്ട്. ആ ഡിഫോൾട്ട് പാത്തിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ എല്ലാവരെയും കൂടെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാവുന്നതെല്ലാം കൂടെ ഒരു റൂട്ട്, അറിയാത്തതെല്ലാം കൂടെ ഒറ്റ ഡിഫോൾട്ട്. അപ്പോൾ നമുക്ക് ആ ഡിഫോൾട്ടിൻ്റെ മാത്രം നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ അത് യൂഷ്വലി എന്ന് പറയുന്നത് IP അഡ്രസ് 0.0.0.0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയാതെ എന്ത് വന്നാലും നമുക്ക് എങ്ങോട്ട് അയച്ചു കൊടുക്കാം, ഈ അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് കുറേ മനസ്സിലാകും. ഇപ്പോൾ എനിക്ക് ഹോസ്റ്റ് A ആയിരുന്നു, എനിക്ക് 2 നെറ്റ്വർക്കുകളുണ്ട്, ഒരു നെറ്റ്വർക്ക് 2 ഉണ്ട്, ബാക്കി ഇൻ്റർനെറ്റ് ഫുള്ള്. ഈ ഇൻ്റർനെറ്റ് ഫുള്ളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഈ താഴെ കാണിച്ചേക്കുന്ന ഈ സാധനങ്ങളുടെ ഒന്നും കംപ്ലീറ്റ് ഇൻഫർമേഷൻ എനിക്കറിയത്തില്ല. ഏതൊക്കെ റൂട്ട് ഉണ്ടെന്നോ ഏതൊക്കെ ഹോസ്റ്റ് ഉണ്ടെന്നോ അറിയില്ല. എനിക്കറിയാവുന്ന നെറ്റ്വർക്ക് 2 ആണ്.
അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നെറ്റ്വർക്ക് 2ലേക്ക് പോകേണ്ട എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അതെനിക്ക് ആര് വരെ ഫോർവേഡ് ചെയ്യാം? ഈ R1 വഴി എനിക്ക് ഫോർവേഡ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? ഈ നെറ്റ്വർക്ക് 2 അല്ലാതുള്ള എന്ത് വന്നാലും ബാക്കി റെസ്റ്റ് ഓഫ് ഇൻ്റർനെറ്റിലെ ഏതായാലും ഞാൻ ആര് വഴി അയക്കും? ഈ റൂട്ടർ 2 R2 വഴി അയച്ചു കൊടുക്കും. അതെൻ്റെ ഡീഫോൾട്ട് റൂട്ടറായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ റൂട്ടിംഗ് ടേബിൾ എന്ന് ഞാൻ ഇതുപോലെ ഇരിക്കും. റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ റൂട്ടിംഗ് ടേബിളിൽ എന്തൊക്കെ സ്റ്റോർ ചെയ്താൽ മതി? എനിക്ക് N2ലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് വഴി പോകണം? R1ലേക്ക് പോകണം. വേറെ എന്താണെന്ന് പറഞ്ഞാലും ഏത് വഴിയാണ് പോണേ? R2. അതിപ്പോൾ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ആകുമ്പോഴും എൻ്റെ റൂട്ടിംഗ് ടേബിൾ എന്തുവാണ്? 2 എൻട്രിയേ ഉള്ളൂ. റൂട്ടിംഗ് ടേബിൾ കുറേ കൂടെ മാനേജബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് പല രീതിയുണ്ട്. ഡിഫോൾട്ട് മെത്തേഡ്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് സ്പെസിഫിക് മെത്തേഡ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡ്, ഇങ്ങനെയുള്ള പല മെത്തേഡുകളും ഉണ്ട്. നമുക്ക് നമ്മുടെ റൂട്ടിംഗ് ടേബിളിനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. ഇനി ഓക്കെ, ഞാനത് ചെയ്തു. ഇനി വേറൊരു രീതി, അല്ലെങ്കിൽ നമുക്ക് റൂട്ടിംഗ് കുറച്ചുകൂടെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ വേറൊരു രീതി എന്ന് പറയുന്നതാണ് ഹയറാർക്കിക്കൽ റൂട്ടിംഗ്. ഹയറാർക്കിക്കൽ റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്തോ ഉള്ളവരെ? ഒരു ഹയറാർക്കി ഉണ്ട്. ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും പറയാമോ? ഒരു ഹയറാർക്കി, ഒരു ഓർഡർ ഉണ്ട്. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ ലെവലായിട്ട് അറേഞ്ച് ചെയ്യുക. അതാണ് ഏറ്റവും ബേസിക്കായിട്ട് ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ലെവലായിട്ട് അറേഞ്ച്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇപ്പം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അക്കാഡമിക് സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നമ്മുടെ പ്രിൻസിപ്പൽ. അതിന് താഴെ ഇപ്പോൾ നമ്മുടെ HOD-മാരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ആൾക്കാരുണ്ട്. 2 ലെവൽ, 2 ആൾക്കാർ. അവരുടെ താഴെ ആൾക്കാരുണ്ട്. ഇപ്പോൾ HOD-മാരുടെ താഴെ ആൾക്കാരുണ്ട്, സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിന് താഴെയുണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ലെവൽസായിട്ട് അറേഞ്ച് ചെയ്തേക്കുക. ഇപ്പോൾ പ്രിൻസിപ്പലിനൊരു കാര്യം നമ്മുടെ ഒരു കുട്ടിയെ അറിയിക്കണമെങ്കിൽ പ്രിൻസിപ്പൽ ഓരോ കുട്ടിയുടെ ഇൻഫർമേഷൻ അറിഞ്ഞു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ പ്രിൻസിപ്പലിന് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓരോ എല്ലാ കുട്ടികളുടെ ഇൻഫർമേഷനും പ്രിൻസിപ്പൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്താൽ മതി? പ്രിൻസിപ്പൽ ആരെ അറിയിക്കും? HOD അറിയിക്കും. HOD ആരെ അറിയിക്കും? നിങ്ങളുടെ അഡ്വൈസറിനെ അറിയിക്കും. അഡ്വൈസർ ആരെ അറിയിക്കും? നിങ്ങളെ അറിയിക്കും. ഇങ്ങനെയല്ലേ പോകുന്നേ? ശരിയാണോ? അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾക്ക് പ്രിൻസിപ്പലിന് റിക്വസ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴും നേരിട്ട് പ്രിൻസിപ്പൽ റിക്വസ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും ശരിക്കും ചെയ്യേണ്ട പ്രൊസീജിയർ എന്തുവാണ്? നിങ്ങൾ അഡ്വൈസറിനെ അറിയിക്കുക, അഡ്വൈസർ HOD അറിയിക്കുക, HOD ആരെ അറിയിക്കുക? പ്രിൻസിപ്പലിനെ അറിയിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഹയറാർക്കിക്കൽ ലെവലല്ലയോ? ഹയറാർക്കിക്കൽ ഓർഡർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ള ഗുണം എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പലിന് നേരത്തെ പറഞ്ഞ ഒരു കുട്ടിയുടെ ഏതൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുട്ടിയുടെ ഒരു ഇയറിലെ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഈ ഹയറാർക്കിക്കൽ രീതിയിലാണ് നമ്മുടെ ഓർഡർ എങ്കിൽ ഒരിക്കലും പ്രിൻസിപ്പലിനോ അല്ലെങ്കിൽ ടോപ്പ് എൻഡിൽ ഇരിക്കുന്ന ആൾക്ക് ഓരോ ലോ എൻഡിലുള്ള എല്ലാവരുടെയും ഇൻഫർമേഷൻ എന്തറിയേണ്ട ആവശ്യമില്ല. റൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി? അവരുടെ തൊട്ട് താഴെയുള്ള HOD-യുടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേസ് പറയുകയാണെങ്കിൽ HOD-യുടെ ഇൻഫർമേഷൻ മാത്രം, റൂട്ടിംഗ് ഇൻഫർമേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ആർക്ക്? പ്രിൻസിപ്പലിന്. HOD-ക്കും എല്ലാ കുട്ടികളുടെ ഇൻഫർമേഷൻ അറിയണമെന്ന് നിർബന്ധമില്ല. HOD-ക്ക് ആഡ് ഇൻഫർമേഷൻ മാത്രം അറിഞ്ഞാലും മതി. അഡ്വൈസർക്ക് ആരുടെ എല്ലാം അറിഞ്ഞിരിക്കണം? കുട്ടികളുടെ. അപ്പം പറഞ്ഞു വരുമ്പം ഈ എല്ലാവർക്കും എല്ലാവരും അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ടിംഗ് കുറേ മാനേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രാക്ടിക്കൽ ഇൻ്റർനെറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള BSNL, ഏഷ്യാനെറ്റ്, അല്ലെങ്കിൽ കേരള വിഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എടുക്കുകയാണെങ്കിൽ ഐഡിയ, എയർടെൽ, ജിയോ, എന്തായിക്കോട്ടെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറെ നമ്മൾ വിളിക്കും. അത് പല ടൈപ്പ് ഉണ്ട്. നാഷണലുണ്ട്, ഇൻ്റർനാഷണലുണ്ട്, റീജിയണലുണ്ട്. അങ്ങനെ പല ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ഇൻഫർമേഷൻ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് യൂറോപ്പിലുള്ള ഒരാൾക്കൊരു ഡേറ്റ അയക്കുകയാണെങ്കിൽ എനിക്ക് യൂറോപ്പ് വരെയുള്ള കംപ്ലീറ്റ് റൂട്ടോ അല്ലെങ്കിൽ യൂറോപ്പ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളോ അവിടെയുള്ള ഓരോ ആൾക്കാരുടെ ഡീറ്റെയിൽസൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഞാൻ ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആർക്കാ? എൻ്റെ ലോക്കൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്കാണ്. ആ ലോക്കൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ റീജിയണൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ത് ചെയ്യും? നാഷണൽ ലെവലിലുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് ഡേറ്റ കൈമാറും. ആ നാഷണൽ ലെവലുള്ള ആൾ എന്ത് ചെയ്യും? ഇൻ്റർനാഷണൽ ലെവലിൽ പോകും. ആ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആൾ എന്ത് ചെയ്യും? യൂറോപ്പിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നാഷണൽ ISPക്ക് കൊടുക്കും. ആ കറസ്പോണ്ടിങ് നാഷണൽ ISP എന്ത് ചെയ്യും? അവരുടെ റീജിയണൽ ISPക്ക് കൊടുക്കും. അങ്ങനെ ഇതെന്ത് ചെയ്യും? ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റൂട്ടിംഗ് ടേബിളിൽ പരിധി കൂടുതൽ നമുക്ക് ഔട്ട് ഓഫ് ഹാൻഡ് പോകാതെ മാനേജ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റും. ഇതാണ് നമ്മുടെ ഹയറാർക്കിക്കൽ റൂട്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്. അതായത് പല 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 സ്ട്രക്ചർ ലെവലായിട്ട് നമ്മൾ ബ്ലോക്കുകൾ അറേഞ്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ എടുക്കാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കണം. നമ്മുടെ കോളേജിൽ എടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളേജിലേക്ക് BSNL കണക്ഷൻ വരുന്നുണ്ട്. അവർ നമുക്ക് തരുന്നത് ഒരു IP അഡ്രസ്സാണ്.
നമ്മുടെ കോളേജിന് വേണ്ടി ഒരു IP അഡ്രസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 4 IP അഡ്രസ്സ് നമ്മുടെ കോളേജിന് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ആ 4 തന്നേക്കുന്ന കോളേജിൻ്റെ IP അഡ്രസ്സ് മാത്രമേ BSNLകാർക്ക് അറിയേണ്ട കാര്യമുള്ളൂ. അവർക്ക് നമ്മുടെ കോളേജിലെ ഓരോ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് ആർക്ക് അറിയേണ്ട ആവശ്യമില്ല, BSNLകാർക്ക് അറിയേണ്ട. BSNLകാർക്ക് എന്തേ ഉള്ളൂ, നമുക്ക് തന്നേക്കുന്ന 4 IP അഡ്രസ്സ് അറിഞ്ഞാൽ മതി. നമ്മൾ ആ 4 IP അഡ്രസ്സിനെ 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഓരോ ബ്ലോക്ക് ഓഫ് അഡ്രസ്സ് കൊടുക്കുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പിന്നെ നമ്മളതിനെ ചെറുതാക്കി ഓരോ ലാബിനും ഓരോ ബ്ലോക്ക് ഓഫ് അഡ്രസ്സ് കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും പറയുമ്പോൾ നമ്മുടെ BSNLകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ 4 തന്നിട്ടുള്ളൂ. നമ്മളിവിടെ ഒരു 400 എണ്ണം ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് 400 IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 400 IP അഡ്രസ്സ് ഒന്നും ആർക്കറിയേണ്ട ആവശ്യമില്ല. അത് ലോക്കൽ IP അഡ്രസ്സുകൾ, അതൊന്നും ആർക്കറിയേണ്ട ആവശ്യമില്ല, BSNL അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഹയറാർക്കിക്കൽ ഓർഡറിലാണ് എന്ത് വരുന്നത്, ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഹയറാർക്കിക്കൽ റൂട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ റൂട്ടിംഗ് ആണ്. ഹയറാർക്കിക്കൽ റൂട്ടിങ്ങും അതുപോലെ തന്നെ വരുന്ന സാധനമാണ് ജോഗ്രഫിക്കൽ റൂട്ടിങ്ങും. ജോഗ്രഫിക്കൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ ഹയറാർക്കിക്കൽ പറഞ്ഞ പോലെ തന്നെ ജോഗ്രഫി ബേസ് ചെയ്ത്, അതായത് ഇപ്പം ജോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം പല കൺട്രീസ് അല്ലെങ്കിൽ കോണ്ടിനൻസ് ബേസ് ചെയ്ത് ഓരോ ആൾക്കാരും അവരവരുടെ കറസ്പോണ്ടിങ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ എന്നൊരു ഇൻഫർമേഷൻ യൂറോപ്പിലോട്ട് അയക്കുകയാണെങ്കിൽ ആ യൂറോപ്പിലുള്ള കംപ്ലീറ്റ് ഡിവൈസുകളുടെയും ഇൻഫർമേഷൻ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പകരം യൂറോപ്പിനെ കണക്ട് ചെയ്യുന്ന ഒരു റൂട്ടറിൻ്റെ 2 റൂട്ടറിൻ്റെ മെയിൻ പോയിന്റിൻ്റെ മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, അറിഞ്ഞിരുന്നാൽ മതി. മനസ്സിലായി? ഇവരിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പും ആഫ്രിക്കയും ഒക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നോർത്ത് അമേരിക്കയും അല്ലെങ്കിൽ യൂറോപ്പും ഒക്കെ ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ, ഇപ്പം യൂറോപ്പിലേക്ക് ഒരു ഡേറ്റ അയക്കണമെങ്കിൽ ദ റൂട്ടേഴ്സ് ഓഫ് ISPs ഔട്ട്സൈഡ് യൂറോപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഒറ്റ എൻട്രിയേ കാണുള്ളൂ യൂറോപ്പിലേക്ക് പോകേണ്ടതിൻ്റെ. അവിടെ നിന്നാണ് എല്ലാം പോകുന്നത്. അല്ല യൂറോപ്പിലുള്ള എല്ലാ റൂട്ടറിൻ്റെയും ഇൻഫർമേഷൻ ആർക്കറിയേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള കൺട്രീസിന് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം, ജോഗ്രഫിക്കൽ റൂട്ടിംഗ്. അപ്പോൾ ജോഗ്രഫിക്കൽ റൂട്ടിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഹയറാർക്കിക്കൽ റൂട്ടിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ പല ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ടേബിൾ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് റൂട്ടിംഗ് ടേബിൾ എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഒരു ഇൻഫോർമേറ്റീവായിട്ട്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റൂട്ടിംഗ് ടേബിൾ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് എന്താണ് റൂട്ടിംഗ് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഓരോ ഹോസ്റ്റിലും ഓരോ റൂട്ടറിലും നമുക്ക് ഇവിടുന്ന് പോകേണ്ട ഓരോ ഡെസ്റ്റിനേഷനിലേക്കും അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ടേബിള്, നമ്മുടെ എന്തുവാ ഡേറ്റാബേസ് ടേബിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ടിംഗ് ടേബിൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത് 2 ടൈപ്പ് ഓഫ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് സാധാരണ, 2 ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും എന്തുമായിരിക്കും പിള്ളേരെ എന്ന് പറഞ്ഞു? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. അഞ്ചു എന്തുമായിരിക്കും ഉദ്ദേശിക്കുന്നത്? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും സാധാരണ എല്ലായിടത്തും നമ്മൾ പറയുന്ന എന്തുമായിരിക്കും എൻ്റെ മീനിങ്? ഹലോ അഞ്ചു ഇല്ലേ ഇവിടെ? എന്തുവാടാ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നത് എന്തുവാ? ഒരെണ്ണം സ്റ്റാറ്റിക് ആണ്, ഒരെണ്ണം ഡൈനാമിക് ആണ്. എന്തുമായിരിക്കും ആ വാക്കിന്റെ മീനിങ്? നമ്മൾ സാധാരണ അനങ്ങുന്നതെന്ന് പറയാം. ഓക്കെ, എന്നാലും വേറെ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതി പറയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നതും ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാത്തതും. ശരിയാണോ? അങ്ങനെ പറയാം അല്ലേ? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അതിന് ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളൊന്നും വരാത്ത ഒരു സാധനം. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുന്ന ഒരു സാധനം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. ശരിയല്ലേ? അപ്പോൾ ശരിയാണോ? അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിളും ഡൈനാമിക് റൂട്ടിംഗ് ടേബിളും. ഫോർ എക്സാമ്പിൾ ഈ റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞ ടേബിളാണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ റൂട്ടിംഗ് ടേബിൾ എന്ന് പറയുന്ന സാധനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. മാനുവലി ഞാൻ അതിനകത്തുള്ള ആ ഒരു ടേബിളിനകത്തുള്ള എൻട്രീസ് എല്ലാം ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരാളിരുന്ന് മാനുവലി എൻട്രീസ് എല്ലാം എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു റൂട്ടിംഗ് ടേബിളാണെന്ന് വിചാരിക്കുക. അതായത് ആ നെറ്റ്വർക്കിലുള്ള എല്ലാത്തിനെയും പറ്റിയുള്ള ഇൻഫർമേഷൻ അയാൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാം മാനുവലിയാണ് ചെയ്യുന്നത്. എന്തുണ്ടെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എല്ലാം മാനുവലി പോയി ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറാത്ത ഒരു റൂട്ടിംഗ് ടേബിൾ ആണെങ്കിൽ, മാനുവലി പോയി ഡേറ്റ എൻ്റർ ചെയ്യുന്ന സാധനമാണെങ്കിൽ അത് നമ്മൾ എന്ത് പേര് വിളിക്കും? ഒരു സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ മാനുവലി തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും എൻ്റർ ചെയ്യുകയും ചെയ്യേണ്ട വരുന്നത് കൊണ്ട് തന്നെ വലിയ നെറ്റ്വർക്കുകൾക്കൊന്നും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? ഈ സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ആയിരക്കണക്കിനും കോടിക്കണക്കിനും ഉള്ള ഇൻ്റർനെറ്റിലോട്ടൊക്കെ നമ്മൾ സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അയാളുടെ ജീവിതകാലം മൊത്തം ഇരുന്ന് എൻ്റർ ചെയ്താലും ഈ എൻട്രി തീരുമോ?
തീരത്തില്ല, കോടിക്കണക്കിനുണ്ട്. ഇനി ഒരു തവണ എല്ലാം അങ്ങ് എൻ്റർ ചെയ്തു എന്ന് തന്നെ വിചാരിച്ചോളുക. ഏതെങ്കിലും ഒരു റൂട്ട് മാറി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂട്ടർ നമ്മൾ മാറി കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂട്ട് ലിങ്ക് മിസ്സായിപ്പോയി അല്ലെങ്കിൽ കട്ടായിപ്പോയി, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഓരോ തവണയും നമ്മൾ ഈ റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കോടിക്കണക്കിന് സാധനങ്ങൾ എൻ്റർ ചെയ്ത് വെച്ച് ഇത്രമാത്രം എൻട്രികൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മാനുവലി ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ എന്ന് പറയുന്ന സാധനം ചെറിയ നെറ്റ്വർക്കുകൾ, കുറച്ച് ഡിവൈസുകളും കുറച്ച് ഹോസ്റ്റുകളും മാത്രമുള്ള ചെറിയ ലാനുകളിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ നമുക്ക് ഉപയോഗിച്ചാൽ വലിയ കുഴപ്പം വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചുകൾ വരാത്ത നെറ്റ്വർക്കുകളാണെങ്കിൽ, നമുക്ക് ചെറിയ നെറ്റ്വർക്കുകളാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല, സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ വലിയ നെറ്റ്വർക്കുകളാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഇൻ ദാറ്റ് കേസ് വി വിൽ ഓപ്റ്റ് ഫോർ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ. ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ എൻട്രി നടക്കണം, ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ അപ്ഡേഷൻ നടക്കണം. റൂട്ടിംഗ് ടേബിളിനകത്തുള്ള എൻട്രികളുടെ എല്ലാം എൻട്രിയും, അതുപോലെ ഇനിഷ്യൽ എൻട്രിയും, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വരുവാനുള്ള അപ്ഡേഷനും, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് യൂസിങ് പ്രോട്ടോകോൾസ്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. യൂസിങ് പ്രോട്ടോകോൾസ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കണം. അപ്പോൾ അത് അങ്ങനെ നടത്തുവാണെങ്കിൽ, ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും തന്നെത്താനെ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉപയോഗിച്ച് നമ്മൾ റൂട്ടിംഗ് ടേബിൾ മാനേജ് ചെയ്യുവാണെങ്കിൽ, ദാറ്റ് കൈൻഡ് ഓഫ് റൂട്ടിംഗ് ടേബിൾ വിൽ ബി കോൾഡ് ആസ് ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് കുറച്ചെണ്ണം നമുക്ക് പഠിക്കുകയും വേണം, ഈ മോഡ്യൂൾ നമുക്ക് പഠിക്കുകയും വേണം. അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. RIP, OSPF, BGP, ഈ 3 പ്രോട്ടോകോൾ നമ്മൾ പഠിക്കണം. RIP is called Routing Information Protocol, OSPF is the Open Shortest Path First Protocol, BGP എന്ന് പറയുന്നത് ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ. ഈ 3 പ്രോട്ടോകോൾ, ഇത് 3 അല്ല, ഒരുപാടുണ്ട്, എങ്കിലും ഉള്ളതിൽ മേജറായിട്ടുള്ള 3 ഈ RIP, OSPF, അതുപോലെ BGP. ഈ 3 പ്രോട്ടോകോളുകളും നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോട്ടോകോളിൽ കുറച്ച് മാത്രം, ഇങ്ങനെയുള്ള പ്രോട്ടോകോൾ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എൻട്രിയും അപ്ഡേഷനും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന റൂട്ടിംഗ് ടേബിൾ നമ്മൾ ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ എന്ന് വിളിക്കും. ഈ വലിയ ഇൻ്റർനെറ്റിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാം ഇതുള്ള പ്രോട്ടോകോളുകളാണ്. മനസ്സിലായി? അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ആരും പോയിരുന്ന് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരത്തില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുക, മാനുവലി അപ്ഡേറ്റ് ചെയ്യുക, എൻട്രി ചെയ്യുക, ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളെല്ലാം നടന്നോളും, എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങളെല്ലാം നടന്നോളും. ഇതാണ് ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ. അപ്പോൾ സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിളും എന്താണ് റൂട്ടിംഗ് ടേബിൾ എന്നും ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ടേബിൾസ് എന്ന് ചോദിച്ചാൽ റൂട്ടിംഗ് ടേബിൾ എന്താണെന്ന് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിൾ, അതിൻ്റെ കൂടെയുള്ള ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ. ഇനി ഒരു റൂട്ടിംഗ് ടേബിൾ എങ്ങനെ ഇരിക്കും? ഒരു റൂട്ടിംഗ് ടേബിൾ നമ്മൾ പറഞ്ഞെങ്കിലും ഒരു സാധാരണ ഒരു റൂട്ടിംഗ് ടേബിളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക, ഒരു റൂട്ടിംഗ് ടേബിളിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക, അതാണ് ഈ ഫീൽഡ് കാണിച്ചിരിക്കുന്നത്. ഒന്ന്, മാസ്ക് നമ്മൾ പഠിച്ചതാണ്. ക്ലാസ്ലെസ് ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ്, CIDR നമ്മൾ ആദ്യം റൂട്ടിംഗ് പഠിച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നതാണ്. മാസ്ക് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ IP അഡ്രസ്സിനകത്ത് തന്നെ നെറ്റ്വർക്ക് ID ഉണ്ടാവും, ഹോസ്റ്റ് ID ഉണ്ടാവും. നെറ്റ്വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് പോർഷൻസ് കാണും, അതുപോലെ തന്നെ ഹോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ടാവും. ആ നെറ്റ്വർക്കും ഹോസ്റ്റും തമ്മിലുള്ള സ്പ്ലിറ്റപ്പ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മാസ്ക് വേണം. ഹോസ്റ്റ് എത്രമാത്രം ഹോസ്റ്റുകൾ കണക്റ്റ് ആവുന്നുണ്ട്, എത്രമാത്രം ഹോസ്റ്റുകളെ കണക്റ്റ് ആക്കാൻ പറ്റും, അത് ഏതൊക്കെ റേഞ്ചാണ് IP അഡ്രസ്സ്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ എവിടുന്നാണ്? ഈ കറസ്പോണ്ടിങ് മാസ്കിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മാസ്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് ഫീൽഡ്? മാസ്ക് എന്ന് പറയുന്ന ഫസ്റ്റ് ഫീൽഡ്. രണ്ടാമത്തത് നെറ്റ്വർക്ക് അഡ്രസ്സ്. അതാണ് നമ്മൾ ഈ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മൾ ഡെസ്റ്റിനേഷൻ, നമ്മൾ ഏത് നെറ്റ്വർക്കിലേക്കാണോ അയക്കേണ്ടത് ആ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ്, നെറ്റ് ID എന്ന് പറയുന്ന സാധനം. അത് ഇൻ കേസ് നമ്മൾ ഇപ്പം നെറ്റ്വർക്ക് സ്പെസിഫിക് റൂട്ടിംഗ് അല്ല നമ്മൾ, അല്ലെങ്കിൽ ഫോർവേഡിംഗ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഹോസ്റ്റ് സ്പെസിഫിക് ആണെങ്കിൽ അവിടെ ആ ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. അതല്ല, യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്ക് സ്പെസിഫിക് ആയതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഏത് നെറ്റ്വർക്കിലേക്കാണോ ഡേറ്റ പോകേണ്ടത് ആ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? ഈ നെറ്റ്വർക്ക് അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ മാസ്ക് നമ്മൾ സ്റ്റോർ ചെയ്തു, നെറ്റ്വർക്ക് അയക്കേണ്ട, ഡെസ്റ്റിനേഷൻ പോകേണ്ട അല്ലെങ്കിൽ നെക്സ്റ്റിലേക്ക് പോകേണ്ട നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് നമ്മളവിടെ സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ്സ്. നെക്സ്റ്റ് ഹോപ്പ് എന്ന് ഞാൻ പറഞ്ഞു, എന്താണ്? തൊട്ടടുത്ത, അതായത് ഇപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയാൽ എനിക്ക് മൊത്തം റൂട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല, തൊട്ടടുത്ത് എങ്ങോട്ട് പോകണം അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു റൂട്ടർ എടുക്കുകയാണെങ്കിൽ ആ റൂട്ടറിന് ഒരു ഇൻ്റർഫേസ് ആയിരിക്കത്തില്ല. അത് നിങ്ങൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പോർട്ടൊക്കെയാണ്. അപ്പോൾ അത് ഒരു ഇൻ്റർഫേസ് ആയിരിക്കത്തില്ല. എനിക്ക് ലാനിൽ തന്നെ ഒരുപാട് ഇൻ്റർഫേസ് ഉണ്ടാവും, എനിക്ക് വാൻ ഉണ്ടാവും, വാൻ മീൻസ് വയർലെസ് ലാൻ, വൈഫൈ, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻ്റർഫേസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ ഏത് ഇൻ്റർഫേസാണ് ഉപയോഗിക്കുന്നത് എന്നത് കാണിക്കാൻ വേണ്ടിയുള്ള ഫീൽഡാണ് ഇൻ്റർഫേസ്. അപ്പോൾ മാസ്ക് കാണിച്ചു, ഡെസ്റ്റിനേഷൻ്റെ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് കാണിച്ചു, തൊട്ടടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ലൊക്കേഷൻ ഹോസ്റ്റിൻ്റെ അഡ്രസ്സ് കാണിച്ചു, ഏത് ഇൻ്റർഫേസിൽ കൂടെ പോകണം, എതർനെറ്റ് ആണോ, വാൻ ആണോ, വൈഫൈ വയർലെസ് ലാൻ ആണോ, അത് കാണിച്ചു. പിന്നെ ഇവിടെ ഒരു ഫീൽഡ് ബ്ലാങ്കായി കിടപ്പുണ്ട്, അത് ബ്ലാങ്ക് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് ഇവരുടെ എനിക്കൊന്ന് PDF
പ്രിൻ്റ് ആവാത്തതാണ്, അത് ഫ്ലാഗാണ്. ഈ ഒരു ഫീൽഡ്, ഈ ബ്ലാങ്ക് അടിപ്പ്, ഈ ഇൻ്റർഫേസിൻ്റെയും ഈ റെഫറൻസ് കൗണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ ബ്ലാങ്ക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം അത് ബ്ലാങ്ക് അല്ല, ശരിക്കും അത് ഫ്ലാഗാണ്. ആ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫ്ലാഗാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫ്ലാഗുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പല കാര്യങ്ങളും ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സാധനമാണ് ഫ്ലാഗുകൾ. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് 5 ഫ്ലാഗുകളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന്, ഈ ഫീൽഡിൽ ബ്ലാങ്ക് ഫീൽഡിനകത്ത് നമുക്ക് ശരിക്കും 5 ഫ്ലാഗുകളുണ്ട്. ഓരോ ബിറ്റ് വീതമുള്ള 5 ഫ്ലാഗുകളാണ്. അതിൽ ഒന്നാമത്തെ ഫ്ലാഗ് എന്ന് പറയുന്നത് യു ഫ്ലാഗ്. ഒന്നാമത്തെ ഫ്ലാഗ് യു ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് എന്നാണ് എൻ്റെ മീനിങ്. വിച്ച് മീൻസ് നമ്മുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ടിംഗ് ടേബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ടർ വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേ, അല്ലെങ്കിൽ റൂട്ടർ അപ്പ് ആണോ ഡൗൺ ആണോ, റൂട്ടർ റണ്ണിങ് ആണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ള അറിയിക്കാൻ വേണ്ടിയാണ് ഈ അപ്പ്. അപ്പോൾ അത് റൂട്ടർ റണ്ണിങ് ആണെങ്കിൽ ആ ഫ്ലാഗിൻ്റെ വാല്യൂ എന്തുമായിരിക്കും? 1 ആയിരിക്കും. 2, ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെക്സ്റ്റ് തൊട്ടടുത്ത ആണെങ്കിൽ നെറ്റ്വർക്കിലേക്ക് നമ്മളൊരു ഡേറ്റ അയക്കുമ്പം അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട റൂട്ടർ ഏതാണോ ആ റൂട്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് വേണം. അപ്പോൾ അത് നമ്മൾ ഈ നമ്മുടെ യൂഷ്വൽ കേസിൽ നമ്മുടെ നെറ്റ്വർക്കിനകത്ത് തന്നെ ഒരു ഡിവൈസിലേക്ക് അയക്കുകയാണെങ്കിൽ നമുക്ക് ഗേറ്റ് വേയുടെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം നമ്മുടെ സിസ്റ്റംസ് ലാബിലിരുന്ന് നമ്മുടെ സിസ്റ്റംസ് ലാബിൽ തന്നെ ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെനിക്ക് ഗേറ്റ് വേയുടെ ആവശ്യമില്ല. കാരണം എല്ലാം ഒറ്റ നെറ്റ്വർക്കിൽ തന്നെ എനിക്ക് ഡയറക്റ്റ് ഹോസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേസമയം ഞാനിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എ ബ്ലോക്കിലുള്ള കമ്പ്യൂട്ടർ ലാബിലേക്കാണ് ഞാൻ ഒരു ഡേറ്റ അയക്കുന്നതെങ്കിൽ രണ്ടും 2 നെറ്റ്വർക്കാണ്. വിച്ച് മീൻസ് സിസ്റ്റംസ് ലാബിലൊരു നെറ്റ്വർക്കുണ്ട്, എ ബ്ലോക്കിലൊരു നെറ്റ്വർക്കുണ്ട്. ഇതിനെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സിസ്റ്റംസ് ലാബിലൊരു റൂട്ടറുണ്ട്, എ ബ്ലോക്കിലൊരു റൂട്ടറുണ്ട്. ഈ റൂട്ടറുകൾ തമ്മിലാണ് മെയിൻ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റംസ് ലാബിൽ ഇരുന്നിട്ട് എൻ്റെ ഇൻഫർമേഷൻ ഞാൻ എങ്ങോട്ട് അയച്ചു കൊടുക്കണം? എൻ്റെ റൂട്ടറിൽ അയച്ചു കൊടുക്കണം. എൻ്റെ റൂട്ടറിൽ നിന്ന് എ ബ്ലോക്കിലെ റൂട്ടറിലേക്ക് പോകും. എ ബ്ലോക്കിലെ റൂട്ടറിൽ നിന്നാണ് എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ എ ബ്ലോക്കിലെ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് ഏതാണ്? ഗേറ്റ് വേ പോകുന്ന വഴി, മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഏതാ? എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റംസ് ലാബിൽ ഇരിക്കുന്ന റൂട്ടർ. അപ്പോൾ വേറെ എക്സ്റ്റേണലി ഒരു ഡിവൈസിലേക്കാണ് പോകുന്നത് ആണോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു നെറ്റ്വർക്കിലേക്കാണോ പോകുന്നത് അല്ലേ, ഗേറ്റ് വേ കൂടെ വേണോ വേണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് ഫ്ലാഗ് ഉള്ളത്? ജി ഫ്ലാഗ് അല്ലെങ്കിൽ ഗേറ്റ് വേ. അപ്പോൾ ഗേറ്റ് വേ ഫ്ലാഗ് ഓൺ ആണെങ്കിൽ വിച്ച് മീൻസ് ഇപ്പം നമ്മൾ അയക്കാൻ പോകുന്ന അല്ലെങ്കിൽ അയക്കുന്ന സാധനമോ എങ്ങോട്ട് പോകാനുള്ളതാണ്? വേറെ എക്സ്റ്റേണൽ ഒരു നെറ്റ്വർക്കിലേക്ക് പോകാനുള്ളതാണെന്ന് തന്നെ അതിൻ്റെ മീനിങ്. അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇൻറ്റേർണൽ കണക്ഷനാണ്, നമുക്ക് ഗേറ്റ് വേയുടെ ആവശ്യം ഇല്ല, ഡയറക്റ്റ് ഡെലിവറി ആണെന്നാണ് അർത്ഥം. ഇനി അടുത്തത് നമ്മുടെ ഹോസ്റ്റ് സ്പെസിഫിക് എന്ന് പറയുന്ന ഫ്ലാഗ്. അതായത് ഈ നമ്മളിപ്പോൾ നടത്തുന്ന സാധനം നെറ്റ്വർക്ക് സ്പെസിഫിക് ആണോ ഹോസ്റ്റ് സ്പെസിഫിക് ആണോ, അതായത് ഹോസ്റ്റ് സ്പെസിഫിക് അഡ്രസ്സ് ആണോ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതോ നെറ്റ്വർക്ക് സ്പെസിഫിക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഡിയും എമ്മും അത് നിങ്ങൾക്ക് വേറൊരു പ്രോട്ടോക്കോൾ നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ വരുന്നൊരു പോർഷനാണ്. ആ പ്രോട്ടോക്കോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ICMP, ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. അതായത് നമുക്ക് ഇൻ്റർനെറ്റിനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല എന്താ പറയുക, നമ്മുടെ കൺട്രോൾ സിഗ്നൽസ് നമ്മൾ മറ്റേ മൈക്രോ പ്രോസറിലൊക്കെ കൺട്രോൾ സിഗ്നൽസ് അയക്കുന്ന പോലെ തന്നെ നമുക്കിതിനകത്ത് കൺട്രോൾ മെസ്സേജുകൾ അയക്കേണ്ടി വരും. ഇൻ്റർനെറ്റിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൺട്രോൾ മെസ്സേജുകൾ അയക്കേണ്ടി വന്നേക്കാം. അതിന് നമ്മളെ സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് ICMP, ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനകത്ത് ഈ ICMP എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ആ മെസ്സേജ് ഉപയോഗിച്ച് നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ റീഡയറക്റ്റ് ചെയ്യണം. പോലെ ആവശ്യം വരും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആണെങ്കിൽ 2 ഫ്ലാഗുകളാണ് ഡിയും എമ്മും. അതൊന്നിൽ ആഡ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്ന 2 എണ്ണമാണ് നമുക്ക് ഇതിനുള്ള ഫ്ലാഗുകളെ. അത് 2ആണ് ആ ഫ്ലാഗുകൾ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫ്ലാഗ് ഉണ്ടായിരുന്നു? യു, അത് അപ്പ് ആൻഡ് റണ്ണിങ് ആണെന്ന് അറിയാനുള്ള ഒരു ഫ്ലാഗ്. ജി, നമ്മുടെ ഗേറ്റ് വേ വേറെ എക്സ്റ്റേണൽ നെറ്റ്വർക്കിലേക്കാണെന്ന് അറിയാൻ വേണ്ടി വേറൊരു ജി എന്ന് പറഞ്ഞ ഫ്ലാഗ്. ഹോസ്റ്റ് സ്പെസിഫിക് ആണോ നെറ്റ്വർക്ക് സ്പെസിഫിക് ആണോ എന്ന് അറിയാൻ വേണ്ടി ഹോസ്റ്റ് ഫ്ലാഗ്. പിന്നെ നമ്മുടെ ICMP മെസ്സേജിന് ആവശ്യമായിട്ടുള്ള ഡിയും ആഡ് ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ഫ്ലാഗും അതുപോലെ മോഡിഫൈ ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ഫ്ലാഗും. ഇനി അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് റെഫറൻസ് കൗണ്ട്. റെഫറൻസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ നിലവിലുള്ള ആ റൂട്ട്, നമ്മളിപ്പോൾ അയക്കാൻ പോകുന്ന ഈ റൂട്ട് ഇപ്പം നിലവിൽ എത്ര പേര് ഉപയോഗിച്ചുകൊണ്ടിരിപ്പുണ്ട്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന റൂട്ട് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് റൂട്ട് അറ്റ് ദ മൊമെൻറ്റ് ഈ സമയത്ത് എത്ര പേര് ആ റൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നത് കഴിഞ്ഞാൽ അവിടെ കഞ്ചഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര പേര് ആ കറസ്പോണ്ടിങ് റൂട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി റെഫറൻസ് കൗണ്ട് എത്രയാണോ അത്രയും വരും. അടുത്തത് നമ്മൾ ഇപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആണെങ്കിൽ ഒരു സെയിം ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ ട്രാൻസ്മിറ്ററിൽ കൂടെ എത്ര പാക്കറ്റുകൾ പോകുന്നുണ്ട്, എത്ര നമ്പർ ഓഫ് പാക്കറ്റുകൾ പോകുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഏതുള്ളത്? യൂസ് എന്ന് പറയുന്ന ഫീൽഡ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഫീൽഡുകൾ കൂടെ ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഒരു റൂട്ടിംഗ് ടേബിൾ. ഇത് കോമൺ ആണേ, ഇത് കോമൺ റൂട്ട് ഫീൽഡാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസിലെയും എല്ലാ റൂട്ടറിലെയും എല്ലാത്തിനകത്തും ഇത്രയും ഫീൽഡുകൾ കാണണമെന്നില്ല. യൂഷ്വലി നമ്മുടെ ഒരു റൂട്ടിംഗ് ടേബിളിനകത്തുള്ള നമ്പർ ഓഫ് ഫീൽഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. മാസ്ക്, നെറ്റ്വർക്ക് അഡ്രസ്, നെക്സ്റ്റ് ഹോപ്പ് അഡ്രസ്, ഇൻ്റർഫേസ്, റെഫറൻസ് കൗണ്ട്, യൂസ്. ഓക്കെ,
ഇതുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ യൂഷ്വലി അതിൻ്റെ ഫീൽഡുകളൊക്കെ. അത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ റൂട്ടിങ്ങിൻ്റെ പ്രോട്ടോകോൾസാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, റൂട്ടിംഗ് പ്രോട്ടോകോൾസ് എന്തുവാണെന്നുള്ള റൂട്ടിങ്ങിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാനിന്ന് തരാം. പ്രോട്ടോകോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 പ്രോട്ടോകോൾ തീർക്കാം. അപ്പോൾ അത് നമുക്കത് ഇന്ന് നോക്കാം, ഞാൻ പറയാം. എനിവേ, ഇപ്പം നമ്മൾ റൂട്ടിംഗ് പ്രോട്ടോക്കോളുകൾ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് 2 ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ടേബിളാണ് ഉള്ളത്. സ്റ്റാറ്റിക് റൂട്ടിംഗ് ടേബിളും ഡൈനാമിക് റൂട്ടിംഗ് ടേബിളും. അതിൽ എന്ത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരെണ്ണം സ്റ്റേബിളാണ്, ചെറിയ നെറ്റ്വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരാത്തതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വലിയ നെറ്റ്വർക്കുകൾ, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കേണ്ട സാധനങ്ങൾ, മാനുവലി ചെയ്യാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ഉപയോഗിച്ച് ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡൈനാമിക് റൂട്ടിംഗ് ടേബിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ്, ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് ഉപയോഗിക്കുന്നതാണ് ഈ പ്രോട്ടോകോൾസ്, മീൻസ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. അപ്പോൾ ആ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് നമ്മൾ ഏതൊക്കെയാണെന്നൊക്കെ പിന്നെ പഠിക്കാം. ഈ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ഡൈനാമിക് റൂട്ടിംഗ് ടേബിളിനെ മാനേജ് ചെയ്യുന്നതും എൻ്റർ ചെയ്യുന്നതും ഇതെല്ലാം കുറേ സെറ്റ് ഓഫ് റൂൾസാണ്. കുറേ സെറ്റ് ഓഫ് റൂൾസും കുറേ പ്രൊസീജിയേഴ്സും കുറേ സ്റ്റെപ്പുകളൊക്കെയാണ് എങ്ങനെയാണ് ഈ സാധനം ചെയ്യുന്നതെന്ന്. ഇത് ഓരോ തവണ ഇൻ്റർനെറ്റ് അവരുടെ ആ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഇത് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റൂട്ടർ കേടായി, അല്ലെങ്കിൽ ഒരു ലിങ്ക് കേടായി, ഒരു ലിങ്ക് ബ്രേക്കായി, അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പല സെറ്റ് ഓഫ് റൂൾസ് ഉപയോഗിച്ച് ഈ റൂട്ടിംഗ് ടേബിൾ ഇങ്ങനെ ഡൈനാമിക്കായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്യുന്നത്. ഈ പ്രോട്ടോകോൾസ്, റൂട്ടിംഗ് പ്രോട്ടോകോൾസ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് നടക്കുന്നത്. ഓക്കെ, ഫൈൻ. എനിവേ, ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾസ് വർക്ക് ചെയ്യുന്ന രീതി അറിയണമെങ്കിൽ നമ്മൾ ഈ ഒപ്റ്റിമൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് അറിയണം. എന്താണ് ഒപ്റ്റിമൈസേഷൻ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഇപ്പോൾ ഞാനൊരു റൂട്ടറാണെന്ന് വിചാരിക്കുക. എനിക്കൊരു പാക്കറ്റ് കിട്ടി, എനിക്ക് റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. ഞാൻ റൂട്ടിംഗ് പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന റൂട്ടിംഗ് ടേബിൾ എനിക്കുണ്ട്, ഡൈനാമിക് റൂട്ടിംഗ് ടേബിൾ എനിക്കുണ്ട്. എനിക്കൊരു പാക്കറ്റ് എനിക്ക് കിട്ടി. ആ പാക്കറ്റ് എനിക്കുള്ളതല്ല, ഞാൻ ഫോർവേഡ് ചെയ്ത് വേറെ ആർക്കോ കൊടുക്കേണ്ട ഒരു പാക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല നിലവിൽ. അപ്പോൾ എനിക്ക് അത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റൂട്ടുകളുണ്ടാവും. ഒരു റൂട്ടിൽ കൂടെ മാത്രമൊന്നും ആയിരിക്കത്തില്ല, ഒരുപാട് റൂട്ടിൽ കൂടെ എനിക്ക് ആ സാധനം അവിടെ എത്തിക്കാം. പക്ഷേ ഇതിലേത് റൂട്ടിൽ കൂടെ പോയാലാണ് ഏറ്റവും ഒപ്റ്റിമമായിട്ടുള്ള റൂട്ട് ഏതാണ്, ഇതിലേത് റൂട്ടിൽ കൂടെ പോയാലാണ് എഫിഷ്യൻ്റായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയും? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഡിസിഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാനിപ്പോൾ രായ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എനിക്കതിന് ഒരുപാട് മെത്തേഡുകളുണ്ടാവും, ഒരുപാട് റൂട്ടുകളുണ്ടാവും. എനിക്ക് വേണമെങ്കിൽ അല്ല ഷിബിൻ വഴി അയക്കാം, അല്ലെങ്കിൽ ഇതുവഴി അയക്കാം, അല്ലെങ്കിൽ 5 വഴി അയക്കാം. എനിക്ക് ഓരോരുത്തരും വഴിയും എന്ത് ചെയ്യാം? ഡേറ്റ പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ റൂട്ടുകളുടെ കൂടെ അയക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരേ ഡിലേ ആവണമെന്നില്ല. ചിലപ്പോൾ ഞാൻ 5 അയക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും, ഷിബിന് അയക്കുകയാണെങ്കിൽ കുറച്ച് താമസിക്കും എന്നൊക്കെ പറഞ്ഞ കാലങ്ങളും വന്നേക്കാം. അപ്പം ഞാൻ എങ്ങനെ അറിയും ഏത് റൂട്ടിൽ കൂടെ അയച്ചാൽ ഒപ്റ്റിമം ആയിട്ടുള്ള റൂട്ട് ഏതാണ്, ഏത് റൂട്ടിൽ കൂടെ അയച്ചാൽ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നടക്കും, അല്ലെങ്കിൽ ഒപ്റ്റിമം പാത്വേ ഏതാണ് എന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ എന്താണ് ഒപ്റ്റിമം? ഇതൊക്കെ ഞാൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓരോ നെറ്റ്വർക്കിനും ഓരോ റൂട്ടിനെ ഞാൻ അനലൈസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പം അതിന് ചെയ്യുന്നത് നമുക്ക് ഒപ്റ്റിമം ഏതാണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ഒരു നെറ്റ്വർക്കിൽ കൂടെ ഒരു ഡേറ്റ പാസ് ചെയ്യുന്നതിന് ഞാനൊരു കോസ്റ്റ് അസൈൻ ചെയ്യും. ഒരു നെറ്റ്വർക്കിൽ കൂടെ ഒരു ഡേറ്റ പാസ് ചെയ്യുന്നതിന് ഞാൻ എന്ത് അസൈൻ ചെയ്യും? ഒരു കോസ്റ്റ് അസൈൻ ചെയ്യും. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ, അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഒരു വാല്യൂ അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ രാഹിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ത്രൂ 5 അയക്കുന്നതിന് ഒരു കോസ്റ്റ്, ത്രൂ ഷിബിൻ അയക്കുന്നതിന് വേറൊരു കോസ്റ്റ്, ത്രൂ അല്ലെങ്കിൽ യദു അയക്കുന്നതിന് വേറൊരു കോസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ആ കോസ്റ്റ് എന്തായിരിക്കണം? കോസ്റ്റിന് വിളിക്കുന്ന വേറൊരു പേരുണ്ട്, മെട്രിക്. ഒരു
നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റിന് വിളിക്കുന്ന ഒരു പേരാണ് മെട്രിക്. അപ്പോൾ ഈ മെട്രിക്ക് എന്ത് വാല്യൂ ആയിരിക്കണം, അത് ഏതിനെ ബേസ് ചെയ്തായിരിക്കണം, അങ്ങനെ നമ്മൾ പല കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ ഓരോന്നിനും ഓരോ കോസ്റ്റ് അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ഡിലേ കുറച്ച് എത്രയും പെട്ടെന്ന് ഈ ഡേറ്റ രാഖിക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓരോ നെറ്റ്വർക്കിൽ കൂടെ പോകുന്നതിൻ്റെ ഡിലേക്ക് ഒരു കോസ്റ്റ് ഇടും. ഫോർ എക്സാമ്പിൾ ഒരു മെട്രിക് ഇടും. ഫോർ എക്സാമ്പിൾ ത്രൂ 5 ഒരു സാധനം പോകുന്നതിന് ഞാൻ കൊടുക്കുന്ന കോസ്റ്റ് 1, ഏറ്റവും കുറവ് 1 to 10 ആണ് എൻ്റെ കോസ്റ്റ് എങ്കിൽ ഞാൻ ത്രൂ 5 എൻ്റെ ഈ സാധനം പോകാനുള്ള കോസ്റ്റ് 1, ഏറ്റവും ഡിലേ കുറവുള്ളത്. ത്രൂ 5, ത്രൂ ഷിബിൻ ഒരു 6, അല്ലെങ്കിൽ ത്രൂ ആരോമിൽ ഒരു 8. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തേക്കുക. ഇതേ സമയം തന്നെ കുറേ കൂടെ എന്താ പറയുന്നത്, റിലയബിലിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഷിബിന് ഞാൻ കൊടുത്തേക്കുന്ന കോസ്റ്റ് 1, ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള പാത്ത് അതാണ്. അത് ഞാൻ റിലയബിലിറ്റിയുടെ കേസിൽ ഷിബിന് കൊടുത്തേക്കുന്ന കോസ്റ്റ് 1, ആരോമലിന് കൊടുത്തേക്കുന്നത് 2, അഞ്ജുവിന് കൊടുത്തേക്കുന്നത് 8, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ പല കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പലർക്കും പല കോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രാഖിക്ക് അയക്കുന്നത് ഡിലേ ആണ് എനിക്ക് പ്രധാനം, അല്ലെങ്കിൽ ഏറ്റവും മിനിമൽ ഡിലേ ആണ് എൻ്റെ പ്രധാനമെങ്കിൽ ആ രീതിയിൽ ഏറ്റവും കോസ്റ്റ് കുറവുള്ളത് ആരാണോ ആ ത്രൂ അയക്കും. ഇപ്പോൾ ഡിലേയിൽ ഏറ്റവും കുറവ് കോസ്റ്റ് ഞാൻ 5 കൊടുത്തിരുന്ന 1, അപ്പോൾ എൻ്റെ പാക്കറ്റ് ഏത് വഴി ഞാൻ അയക്കും? 5 വഴി അയക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അതാണ് ഒപ്റ്റിമം പാത്ത് എന്നാണ്. അത് ഞാൻ എവിടെ നിന്ന് അയക്കത്തില്ല, ആരോമൽ വഴിയോ ഷിബിൻ വഴിയോ വേറെ ആര് വഴിയോ അയക്കത്തില്ല. അതേസമയം റിലയബിലിറ്റിയാണ് എൻ്റെ ഇമ്പോർട്ടൻസ് എങ്കിൽ, ഡിലേ എനിക്ക് താമസിച്ചാലും കുഴപ്പമില്ല, റിലയബിലിറ്റിയാണ് എൻ്റെ ഇമ്പോർട്ടൻസ് എങ്കിൽ ആ റിലയബിലിറ്റിയുടെ മെട്രിക്കിൽ ഏറ്റവും കുറവുള്ളത് ഞാൻ കൊടുത്തിരുന്നത് ഇപ്പം ഷിബിനാണെങ്കിൽ ഞാൻ ത്രൂ ആരെ അയക്കത്തുള്ളൂ? ഷിബിനെ അയക്കത്തുള്ളൂ. ഈവൻ ദോ ദി ഡിലേ അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ കൂടുതൽ എടുത്താലും റിലയബിലിറ്റിയാണ് എൻ്റെ ഇമ്പോർട്ടൻസ് എങ്കിൽ ഞാൻ അയക്കുന്ന ആര് ത്രൂ ആയിരിക്കും? ഷിബിൻ ത്രൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കൺസെപ്റ്റിനെ ബേസ് ചെയ്തും ഞാൻ ഓരോ മെട്രിക് അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് ഓരോ നെറ്റ്വർക്കിനും അസൈൻ ചെയ്യും. എന്നിട്ട് ആ നെറ്റ്വർക്കിന് അതനുസരിച്ച് ഞാൻ ഒപ്റ്റിമം പാത്ത് വേ കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ ഒപ്റ്റിമം പാത്ത് വേ കണ്ടുപിടിച്ചിട്ട് അതേ ത്രൂ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും? ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രോട്ടോകോൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ്. പല രീതിയിലുണ്ട്. റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ ഉണ്ട്, ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഉണ്ട്, ഡിലേ ഒക്കെ ബേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിയേക്കാം. അതായത് ഇതും പരീക്ഷയിൽ ചിലപ്പോൾ ഷോർട്ട് ആയിട്ട് അതിൻ്റെ കൂടെ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻട്രാ ഡൊമൈൻ ആൻഡ് ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ്. ഇൻട്രാ ഡൊമൈൻ ആൻഡ് ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ് ഒന്നുമില്ല. അതായത് നമ്മുടെ എൻറ്റയർ ഇൻ്റർനെറ്റിനെ ഓരോ ചെറിയ ഓട്ടോണോമസ് സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണെന്ന് വിചാരിക്കുക. അതായത് എൻറ്റയർ നമ്മുടെ ലോകത്തുള്ള എൻറ്റയർ ഇൻ്റർനെറ്റിനെ ഒത്തിരി വലിയ ഇൻ്റർനെറ്റാണ് നമ്മുടെ ഓൾ ദ വേൾഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അത്രയും വലിയ സാധനത്തിനെ ഒരൊറ്റ സിംഗിൾ പ്രോട്ടോക്കോളോ 2 പ്രോട്ടോക്കോളോ കൊണ്ട് മാത്രം നമുക്കിത് മൊത്തം സാധനത്തിനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ എവിടെയെങ്കിലും ഒരിടത്ത്, ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ ജപ്പാനിലോ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ലോകത്തുള്ള ഇൻ്റർനെറ്റിനെ മൊത്തവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഫുൾ നെറ്റ്വർക്കുകളെ കുഞ്ഞു നെറ്റ്വർക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മെയിൻ നെറ്റ്വർക്കിനെ ചെറിയ നെറ്റ്വർക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഓരോ ചെറിയ നെറ്റ്വർക്കിനെയും നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഒരു ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പേരിട്ട് വിളിക്കും. അപ്പോൾ ഓരോ ഫുൾ നെറ്റ്വർക്കിനെ നമ്മൾ എന്തുമായിട്ട് പല ഓട്ടോണോമസ് സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഓരോ ഓട്ടോണോമസ് സിസ്റ്റത്തിൽ എന്ത് കാണും? നെറ്റ്വർക്കുകൾ കാണും, റൂട്ടറുകൾ കാണും, ഹോസ്റ്റുകൾ കാണും. അതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ കാണും. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഓട്ടോണോമസ് സിസ്റ്റംസ്. ഈ താഴത്തെ പടം നോക്കിയാൽ അറിയാം. ഈ ആദ്യം കാണിച്ചെങ്കിൽ ഇതൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ്, ഇതൊരു ഓട്ടോണോമസ് സിസ്റ്റമാണ്. അങ്ങനെ പല ഓട്ടോണോമസ് സിസ്റ്റംസ് നമുക്കുണ്ട്. ഈ ഓട്ടോണോമസ് സിസ്റ്റംസ് തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. ഈ ഓട്ടോണോമസ് സിസ്റ്റംസ് തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ്. അങ്ങനെ തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓട്ടോണോമസ് സിസ്റ്റംസ് കൂടെ ചേർത്ത് നമ്മൾ ഒരുമിച്ചൊരു വലിയൊരു നെറ്റ്വർക്കാണെന്ന് നമ്മൾ പറയും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, നമുക്കൊരു സിംഗിൾ പ്രോട്ടോക്കോൾ കൊണ്ട് എൻറ്റയർ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പകരം നമുക്ക് ഓരോരോ വേറെ സെപ്പറേറ്റ് ആണെങ്കിൽ പ്രോട്ടോക്കോൾസ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങനെ നമ്മൾ പല ഓട്ടോണോമസ് സിസ്റ്റംസായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓട്ടോണോമസ് സിസ്റ്റത്തിനകത്ത് ഒരു ഓട്ടോണോമസ് സിസ്റ്റം മാത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള റൂട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന റൂട്ടിംഗ് പ്രോട്ടോക്കോൾ,
മനസ്സിലാക്കുക, മൊത്തത്തിലുള്ള നെറ്റ്വർക്കിനെ നമ്മൾ പല പല ചെറിയ ഓട്ടോണോമസ് സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയുള്ള ഒരു ഓട്ടോണോമസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ ഓട്ടോണോമസ് സിസ്റ്റത്തിനകത്തുള്ള റൂട്ടിങ്ങിനെയും റൂട്ടിംഗ് ടേബിളിനെയും ഒക്കെ മാനേജ് ചെയ്യാനുള്ള പ്രോട്ടോക്കോളിനെ ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് എന്ന് വിളിക്കും. ഇൻട്രാ എന്ന് പറഞ്ഞാൽ അകത്തുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ടെക് ഫെസ്റ്റും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പം ഇൻ്റർ കോളേജും ഇൻട്രാ കോളേജും പറയാറുണ്ട്. ഇൻ്റർ കോളേജും ഇൻട്രാ കോളേജും. ഇൻട്രാ കോളേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ കോളേജിനകത്ത് തന്നെ നടക്കുന്നതാണ് ഇൻട്രാ കോളേജ്. മറ്റു കോളേജുകളെയും കൂടെ പങ്കെടുപ്പിച്ച് നടക്കുകയാണെങ്കിൽ അതിനെ ഇൻ്റർ കോളേജ് നമ്മൾ വിളിക്കാറുണ്ട്. സെയിം തന്നെ ഇപ്പോൾ ഓരോ ഓട്ടോണോമസ് സിസ്റ്റത്തിനകത്ത് നടക്കുന്ന റൂട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോട്ടോക്കോൾ ആണെങ്കിൽ അതിനെ നമ്മൾ എന്തോ പേര് വിളിക്കും? ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ. അല്ലെങ്കിൽ ആ റൂട്ടിങ്ങിന് നമ്മൾ എന്ത് പേര് വിളിക്കും? ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് എന്ന് വിളിക്കും. അതേസമയം ഒരു ഓട്ടോണോമസ് സിസ്റ്റവും മറ്റുള്ള ഓട്ടോണോമസ് സിസ്റ്റങ്ങളും തമ്മിലുള്ള കണക്ഷനെ റൂട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടോക്കോൾ ആണെങ്കിൽ ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ് അല്ലെങ്കിൽ ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓട്ടോണോമസ് സിസ്റ്റത്തിന് ഒരു പർട്ടിക്കുലർ ഓട്ടോണോമസ് സിസ്റ്റത്തിനകത്തുള്ളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ നമ്മൾ ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് എന്നും റൂട്ടിങ്ങിന് ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് എന്നും അതിനുപയോഗിക്കുന്ന പ്രോട്ടോക്കോളിനെ ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുകയും മൾട്ടിപ്പിൾ ഓട്ടോണോമസ് സിസ്റ്റങ്ങൾ തമ്മിലുള്ള റൂട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ആ റൂട്ടിങ്ങിന് ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ് എന്നും അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടോക്കോളിന് ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോക്കോൾ നമ്മൾ വിളിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള പല ടൈപ്പോ അത് എല്ലാത്തിനകത്തും നമ്മളൊരു ഇത് പഠിക്കണം. അപ്പോൾ മെയിൻലി നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർ ഡൊമൈൻ നമ്മൾ ഇൻട്രാ ഡൊമൈൻ ആദ്യം പറയുകയാണെങ്കിൽ ഇൻട്രാ ഡൊമൈനിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് മെയിൻലി. നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ് മെയിൻലി. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും അതുപോലെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും രണ്ട് നമ്മൾ പഠിക്കും. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിങ്ങും ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും ഇത് രണ്ടും ഏതിന് എക്സാമ്പിളാണ്? ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് പ്രോട്ടോക്കോളിന് എക്സാമ്പിളാണ്. ഇനി ഇൻ്റർ ഡൊമൈൻ റൂട്ടിങ്ങിന് നമുക്കൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പാത്ത് വെക്ടർ അൽഗോരിതം. ഇങ്ങനെ 3 അൽഗോരിതം അല്ലെങ്കിൽ 3 പ്രോട്ടോക്കോൾസാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഇൻട്രാ ഡൊമൈൻ്റെ 2ഉം ഇൻ്റർ ഡൊമൈൻ്റെ 1ഉം. ഇൻട്രാ ഡൊമൈൻ്റെ 2 ഡിസ്റ്റൻസ് വെക്ടറും അതുപോലെ തന്നെ ലിങ്ക് സ്റ്റേറ്റും. മറ്റേ ഇൻ്റർ ഡൊമൈൻ്റെ കേസിൽ പാത്ത് വെക്ടർ. അത് പ്രോട്ടോക്കോളിൻ്റെ പേരാ. ശരിക്കുള്ള പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ. ഡിസ്റ്റൻസ് വെക്ടർ പ്രോട്ടോക്കോൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു അൽഗോരിതം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോൾ. ലിങ്ക് സ്റ്റേറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ് ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. അതുപോലെ തന്നെ ഇൻ്റർ ഡൊമൈൻ്റെ കേസിൽ പാത്ത് വെക്ടർ അൽഗോരിതം വെച്ച് വർക്ക് ചെയ്യുന്ന സാധനമാണ് ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോക്കോൾ. അപ്പം ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ളത് 3 പ്രോട്ടോക്കോൾസാണ് മെയിൻലി പറയുവാണെങ്കിൽ. ഡിസ്റ്റൻസ് വെക്ടർ, ലിങ്ക് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോക്കോൾ എന്ന് എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം. ഇങ്ങനെ 3 പ്രോട്ടോക്കോൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പ്രോട്ടോക്കോളുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച് നമ്മൾ റൂട്ടിംഗ് എന്താണ്, ഫോർവേഡിംഗ് എന്താണ്, റൂട്ടിംഗ് ടേബിളുകൾ എന്താണ്, പല ടൈപ്പ് ഓഫ് റൂട്ടിങ്ങുകളുണ്ട്, പല ടൈപ്പ് ഓഫ് റൂട്ടിംഗ് ടേബിളുകളുണ്ട്, എന്താണ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ്, എന്താണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർ ഡൊമൈൻ റൂട്ടിംഗ് എന്താണ്, ഇൻട്രാ ഡൊമൈൻ റൂട്ടിംഗ് എന്താണെന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെ പ്രോട്ടോക്കോൾസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായെന്ന്